ഹൃദയം പൊട്ടിയ വാക്കുകളുമായി നമ്മുടെ സുലു ടോക്സ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതല്ലേ ആ സഹോദരിയെ, സുലു ടോക്സ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോ ചെയ്യുന്നതാണ്. ചില നന്മമരമെന്നും പറയാം ആ വീഡിയോയിൽ കൂടിയിട്ട് നമ്മൾക്ക്. ഓക്കെ, അതിരിക്കട്ടെ. അവരിത് ദാമ്പത്യ ജീവിതത്തിൽ ചില പിള്ളലുകൾ സംഭവിച്ചിരിക്കുകയാണ്. അവർ വേർപിരിഞ്ഞു. ഭാര്യയും ഭർത്താക്കന്മാരും വേർപിരിഞ്ഞു. അവർ സെപ്പറേറ്റ് ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അവരൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ആ വീഡിയോൻ്റെ ചില വാക്കുകളിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഒരുപാട് പേര് കുറേ ദിവസങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഏതായാലും പറയാം എന്ന് വിചാരിച്ചു. താല്പര്യത്തോടെ ഇഷ്ടത്തോടെ പറയുന്നൊരു കാര്യമൊന്നുമല്ല, അത്രയും ഗതികെട്ടതുകൊണ്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ട് പറയുന്നൊരു കാര്യമാണ്. അതായത് എൻ്റെ ഹസ്ബൻഡ് ഹസ്ബൻഡിനെ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് രണ്ടു പേരും കൂടെ റീച്ചിന് വേണ്ടി കളിക്കുന്നൊരു നാടകമാണോ? ആളെവിടെ? ആൾ നാട് വിട്ടോ? ആൾ വേറെ പെണ്ണ് കെട്ടിയോ? ആളെ ഞാൻ ചതിച്ചിട്ട് വന്നതാണോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതന്നെയാണ് എല്ലാവർക്കും അറിയേണ്ട ആഗ്രഹം. എന്തുകൊണ്ട് നിങ്ങൾ വേർപിരിഞ്ഞു? നിങ്ങളെ കാണുന്നത് എങ്ങനെ? നിങ്ങളും ഭർത്താവുമായിട്ട് നല്ല സന്തോഷത്തിൽ, അത് മക്കൾ ഫാമിലി ആയിട്ട് നല്ല സന്തോഷത്തിൽ കഴിഞ്ഞു കൂടുന്ന വീഡിയോകളായിരുന്നു കാണുന്നുള്ളത്. പക്ഷേ നിങ്ങൾ ആ വേർപിരിഞ്ഞ ഭർത്താവിനെ കാണാതിരിക്കുമ്പോൾ ആളുകൾ ചോദിക്കും, എന്ത് പറ്റി, എന്ത് സംഭവിച്ച്? ഒരിത് സ്വാഭാവികമായിട്ടും ചോദിച്ചിരിക്കും. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇങ്ങനെ കമൻറ്റുകളെല്ലാം വരുന്നത്. നല്ല രീതിക്ക് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരോടും, അല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങൾ പല രീതിക്ക് വളച്ചൊടിച്ച് അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിന് റിയാക്ഷൻ ചെയ്ത് ഈ സമൂഹത്തിന് മുമ്പിൽ ദയവ് ചെയ്ത് എൻ്റെ മക്കളെ ഓർത്ത്, എനിക്ക് 5 മക്കളാണ്, അവരുടെ ഭാവി ഓർത്ത് അവരുടെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെ ഒരു കണ്ടൻ്റാക്കി എടുക്കരുത്. എനിക്ക് നല്ലോണം പേടിയുണ്ട്. പേടിയുള്ളൊരു കാര്യം ആയിരുന്നു അത്. ആരുടെ മുന്നിലും പോയി പെട്ടുകൊടുക്കരുത് എന്ന് വിചാരിച്ചൊരു കാര്യമാണ്. ഇപ്പം തന്നെ ഒരുപാട് പേര്, കുറച്ച് പേരെങ്കിലും ഹാഷ്ടാഗ് യൂസ് ചെയ്യുന്നത് കാണുമ്പോൾ സങ്കടം വരുന്നു. സിലു ടോക്സ് ഡിവോഴ്സ് കേസ്, സിലു ടോക്സ് ഫാമിലി ഇഷ്യൂ, സിലു ടോക്സ് ഫാമിലി പ്രോബ്ലം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അവർ വീഡിയോ ഇടുന്നത്. അതായത് എന്നെ വെച്ച് എൻ്റെ ആ ഒരു സംഭവം അറിയാനുള്ള ആൾക്കാരെ ക്യൂരിയോസിറ്റിയെ മുതലാക്കിക്കൊണ്ട് എല്ലാവരും ഏതൊരാളും വീഡിയോ ചെയ്യുന്നുള്ളത് റീച്ചിനും വേണ്ടിയിട്ട് തന്നെ അല്ലേ? കണ്ടൻറ്റ് കിട്ടുന്നത്, ഏത് കണ്ടൻറ്റ് കിട്ടുന്നതെന്ന് അറിഞ്ഞിട്ട് നല്ല കണ്ടൻറ്റ് കിട്ടുന്നത് അങ്ങനെയും ചെയ്യുന്നു. പൈസക്കും വേണ്ടിയിട്ട് തന്നെയല്ല നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അല്ലാണ്ട് പിന്നെ നമ്മൾ ഓരോരോ സംസാരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ട് എന്ത് ഗുണമുള്ള എന്നൊരു ഇതുണ്ടാവും. എല്ലാവരും ആഗ്രഹിക്കുന്ന റീച്ചിനും വേണ്ടിയിട്ടും പൈസക്കും വേണ്ടിയിട്ട്. നിങ്ങൾ ഇന്ന് മീഡിയയിൽ കൂടിയിട്ട് ഒരുപാട് ആളുകൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്നേഹിക്കുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ പിള്ളൽ ഉണ്ടാകുമ്പോൾ എന്താണ് സംഭവം എന്ന് ആളുകൾ ചോദിക്കും സ്വാഭാവികമായിട്ട്. പിന്നെ രണ്ടാമത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് പേടിയാണ്, റിയാക്ട് വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, അവരെന്താണ് ചെയ്യുന്നത്, പിന്നെ ഹാഷ്ടാഗ് കൊടുത്തതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് പേടിയുണ്ട്, ടെൻഷനുണ്ട്, കാണുമ്പോൾ വിഷമം തോന്നുന്നത്. നിങ്ങൾ ആ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടം തോന്നിപ്പോയി സിസ്റ്ററെ. ഏതൊരാളും ആഗ്രഹിക്കാത്ത കാര്യമാണ് ഫാമിലി വേർപിരിഞ്ഞിരിക്കുന്നത്. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളും അതും ആഗ്രഹിക്കാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഒരുപാട് കമൻറ്റുകൾ വരുന്നതും ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കുന്നതും. പിന്നെ റിയാക്റ്റ് വീഡിയോ ചെയ്യുന്നവർ അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ട്, അവർക്ക് റീച്ച് കിട്ടാനും വേണ്ടിയിട്ട് ടൈറ്റിലും തമ്മിലെല്ലാം ഒരുപാട് കാര്യങ്ങൾ അവർ കൊടുക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്കും വേണമല്ലോ റീച്ച്. പിന്നെ നിങ്ങളും വീഡിയോ ചെയ്യുന്നുള്ളത് റീച്ച് കിട്ടാനും വേണ്ടിയിട്ടും അതിൽ കൂടി സമ്പാദിക്കാനും വേണ്ടിയിട്ടല്ലേ? അതെല്ലാം വിഷയങ്ങളാടെ ഇരിക്കട്ടെ. പക്ഷെ ഞാൻ കൂടുതലും ഇതിനെ പറ്റിയിട്ട് ഒന്നും സംസാരിക്കാനുള്ള ആളല്ല ഞാൻ. നിങ്ങളെ വീഡിയോ കാണുമ്പോൾ സങ്കടം തോന്നിപ്പോയി, അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മുടെയും ആഗ്രഹം നിങ്ങൾ എത്രയും പെട്ടെന്ന് ഒന്നിക്കണമെന്നുള്ള ഒരാഗ്രഹമേ നമുക്കുള്ളൂ. അപ്പോൾ സിലു ടോക്കിൻ്റെ ഒരുപാട് സംസാരങ്ങൾ ഇതിൽ വിഷമം കൊണ്ടുള്ള സംസാരമാണ് നമ്മൾ ഈ കണ്ടിട്ടുള്ളത്. കേൾക്കുമ്പോൾ നമുക്ക് വേജാറ് തോന്നിപ്പോയി, വിഷമം തോന്നിപ്പോയി. എന്നിരുന്നാലും എത്രയും പെട്ടെന്ന്
അവർ ഒന്ന്. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അങ്ങനെ നിങ്ങൾ ഒരുപാട് പേര് കുറേ ദിവസങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഏതായാലും പറയാം എന്ന് വിചാരിച്ചു. താല്പര്യത്തോടെ ഇഷ്ടത്തോടെ പറയുന്നൊരു കാര്യമൊന്നുമല്ല, അത്രയും ഗതികെട്ടതുകൊണ്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ട് പറയുന്നൊരു കാര്യമാണ്. അതായത് എൻ്റെ ഹസ്ബൻഡിനെ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് രണ്ടു പേരും കൂടെ റീച്ചിന് വേണ്ടി കളിക്കുന്നൊരു നാടകമാണോ? ആളെവിടെ? ആൾ നാട് വിട്ടോ? ആൾ വേറെ പെണ്ണ് കെട്ടിയോ? ആളെ ഞാൻ ചതിച്ചിട്ട് വന്നതാണോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. 2006 ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. എൻ്റെ 17 വയസ്സും 3 മാസവും പ്രായമുള്ള ആ ഒരു സമയത്ത്. അപ്പം അതിന് മുമ്പ് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട്. വീഡിയോസ് എടുത്ത് റിയാക്ഷൻ ചെയ്യുന്ന, നല്ല രീതിക്ക് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരോടും, അല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങൾ പല രീതിക്ക് വളച്ചൊടിച്ച് അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിന് റിയാക്ഷൻ ചെയ്ത് ഈ സമൂഹത്തിന് മുമ്പിൽ ദയവേത് എൻ്റെ മക്കളെ ഓർത്ത്, എനിക്ക് 5 മക്കളാണ്, അവരുടെ ഭാവി ഓർത്ത്, അവരുടെ മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെ ഒരു കണ്ടൻ്റാക്കി എടുക്കരുത്. എനിക്ക് നല്ലോണം പേടിയുണ്ട്. പേടിയുള്ളൊരു കാര്യം ആയിരുന്നു അത്. ആരുടെ മുന്നിലും പോയി പെട്ടുകൊടുക്കരുത് എന്ന് വിചാരിച്ചൊരു കാര്യമാണ്. ഇപ്പം തന്നെ ഒരുപാട് പേര്, കുറച്ച് പേരെങ്കിലും ഹാഷ്ടാഗ് യൂസ് ചെയ്യുന്നത് കാണുമ്പോൾ സങ്കടം വരുന്നു. സിലു ടോക്സ് ഡിവോഴ്സ് കേസ്, സിലു ടോക്സ് ഫാമിലി ഇഷ്യൂ, സിലു ടോക്സ് ഫാമിലി പ്രോബ്ലം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അവർ വീഡിയോ ഇടുന്നത്. അതായത് എന്നെ വെച്ച് എൻ്റെ ആ ഒരു സംഭവം അറിയാനുള്ള ആൾക്കാരെ ക്യൂരിയോസിറ്റിയെ മുതലാക്കിക്കൊണ്ട് എന്താന്ന് പോലും അറിയാത്ത കാര്യങ്ങൾ അഭിപ്രായം പറയുമ്പോൾ അതിൻ്റെ പുറകിൽ വേദനിക്കുന്ന ഒരുപാട് ഹൃദയങ്ങളുണ്ട് എന്നുള്ളത് മനുഷ്യത്വത്തിൻ്റെ പേരിൽ നിങ്ങളൊന്ന് ആലോചിക്കുക. ഓക്കെ, അങ്ങനെ 2006 നടന്ന ഞങ്ങളുടെ ആ ഒരു വിവാഹ ജീവിതം 2020 ഞാനത് അനൗൺസ് ചെയ്യുന്നു. 20 വർഷം ആവുന്നു. ഞങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുണ്ട്. ഇത് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ എൻ്റേതായിട്ടുള്ള കുറച്ച് ഫാമിലി സെക്യൂരിറ്റി പ്രോബ്ലം ഉണ്ട്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഈ ഒരു സമൂഹത്തിൽ പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഞാനും എൻ്റെ 5 മക്കളും സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുകയാണ് ഒരു വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രോബ്ലംസ്, ഓരോ കുടുംബത്തിലൊക്കെ 5 പേരെയൊക്കെ തലക്കടിച്ചു കൊന്നു എന്നൊക്കെ ന്യൂസിൽ നമ്മൾ കേട്ടിട്ടില്ല. അപ്പം അങ്ങനെയുള്ള കുറേ പ്രോബ്ലംസിനെ ഇതാക്കിയിട്ട് ഒരിക്കലും എൻ്റെ ഫാമിലിയിലുള്ള ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരിക്കലും അത് ഒരു വീഡിയോയിൽ പറയേണ്ട ആവശ്യമില്ല, ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ രീതിയിൽ. തനിച്ച് താമസിക്കുന്ന ഒരു വീട് എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. ഈ കുറുവാ സംഘം മറ്റത് മറിച്ചത് എന്നൊക്കെ പറയുന്ന സമയത്ത് മക്കൾ സേഫായിരിക്കണം എന്നുള്ള ആഗ്രഹം കൂടി എനിക്കുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എൻ്റെ മക്കളെ എന്നെയൊക്കെ തലക്കടിച്ച് കൊന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരും കൂടെ ഇൻഡയറക്റ്റ്ലി മെയിനായിട്ട് നിങ്ങളും കൂടെ ഒരു റീസൺ ആയിരിക്കും. ഞാൻ അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഒന്നും പറയാതിരുന്നത്. ഒരു കോമൺ സെൻസുള്ള ആൾക്കാർക്ക് വീഡിയോ കണ്ട് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഞാൻ ഇത് ഓപ്പണായിട്ട് പറയണം, അതിനുശേഷം നിങ്ങളുടെ അന്തിച്ചർച്ചകൾക്ക് ഞാനൊരു കാരണമായി തീരാനും വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് തോന്നുന്നു. അതിനുവേണ്ടി എന്നെക്കൊണ്ട് പറയിപ്പിക്കാനും വേണ്ടിയിട്ട് അങ്ങേയറ്റം ശ്രമിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അതിനും വേണ്ടിയിട്ട് ഒരു മനുഷ്യനെ ഏറ്റവും മോശമായ രീതിയിൽ എങ്ങനെയൊക്കെ വേദനിപ്പിക്കാൻ പറ്റുമോ അതിൻ്റെ അങ്ങേയറ്റം നിങ്ങൾ വേദനിപ്പിച്ചിട്ടുമുണ്ട്. കണ്ടൻറ്റിന് വേണ്ടി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ പിന്നെ കണ്ടൻറ്റ് ഇല്ല എന്ന് പറയുന്നവരോട് എനിക്കൊന്ന് പറയാനുണ്ട്. ഇനി അടുത്തത് നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ഇവർ വേർപിരിഞ്ഞു, അതിൻ്റെ റീസൺ എന്താണ്. പിന്നെ അതിൻ്റെ അടുത്തത് അറിയേണ്ടത് ആരുടെ പുറത്താണ് തെറ്റ്, ആരാണ് തെറ്റുകാരി, ആരാണ് തെറ്റുകാരൻ. അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ടാവും. ശരിക്കും എനിക്കിതൊരു കണ്ടൻറ്റാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഒരു 3 വീഡിയോ ഇടാനുള്ള കണ്ടൻറ്റ് ഇല്ലേ, അത് വെച്ചിട്ട് എനിക്ക് പൈസ ഉണ്ടാക്കാമല്ലോ. പക്ഷെ ഞാനത് മാക്സിമം ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊന്നും തന്നെ റിവീൽ ചെയ്യാതെ ഞാനും എൻ്റെ മക്കളും വീട് മാറി പറഞ്ഞല്ലോ, വീട് മാറുന്നു, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യം ഇല്ലായിരുന്നു. ബട്ട് നമ്മൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. അതിൻ്റെ പുറത്ത് എന്നെ അങ്ങേയറ്റം ഏതൊക്കെ രീതിയിൽ വേദനിപ്പിക്കാൻ പറ്റുമോ അതിൻ്റെ അങ്ങേയറ്റം വേദനിപ്പിച്ചിട്ടുണ്ട് ഈ പറയുന്ന കുറേ ആൾക്കാരായിട്ടാണ് ഇതെന്നെ കൊണ്ട് പറയിപ്പിച്ചത്. അപ്പോൾ പിന്നെ അതല്ലാതെ അതിൻ്റെ പുറകെ വരുന്ന വേറെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്.
അപ്പോൾ പക്ഷേ നമ്മൾ ഇത്രത്തോളം പ്രോബ്ലംസ് ഫേസ് ചെയ്ത് അല്ലെങ്കിൽ ജീവിതത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ആരെയും ഒന്നും അറിയിക്കാതെ അഭിമാനത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ റീച്ചിന് വേണ്ടി, പൈസയ്ക്ക് വേണ്ടി, കണ്ടൻറ്റിന് വേണ്ടി എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം കോമൺ സെൻസുള്ള ആൾക്കാർക്ക് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ ആരെയും ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നല്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ. ഞാൻ എൻ്റെ ഫാമിലി ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാവരും ഫാമിലിയിൽ നടക്കുന്ന പോലെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിരുന്നു. 10-15 കൊല്ലമായിട്ട് എപ്പോഴും പ്രോബ്ലംസ് ഒക്കെ തന്നെയായിരുന്നു. പിന്നെയും എൻ്റെ അങ്ങേയറ്റം ഞാൻ ഈ ലൈഫ് ചിന്നിച്ചിതറി പോവാതിരിക്കാനും കൈവിട്ട് പോവാതിരിക്കാനും വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും സീരിയസ് ആയിട്ട് പ്രോബ്ലംസ് തുടങ്ങി അത് ഒരു കുറച്ച് കാലങ്ങൾക്ക് മുമ്പായിരുന്നു. പിന്നെയും പിടിച്ചു നിന്നു. എല്ലാം കൈവിട്ടു പോകുമെന്ന് തോന്നിയ സമയത്താണ് നിങ്ങൾ എന്നെ യൂട്യൂബിലൂടെ കാണാൻ ഇടയായത്. അല്ലാതെ പൈസ വന്നപ്പോൾ ആരെങ്കിലും എനിക്ക് വേണ്ടാണ്ടായതോ അല്ലെങ്കിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ആരെങ്കിലും വേണ്ടാതായതോ ഒന്നുമല്ല. പൈസ ഇല്ലാത്ത സമയത്ത് അത്രയും കൂടെ നിന്ന് ഈ പറഞ്ഞ പോലെയുള്ള എല്ലാ സ്വത്തും ഷോപ്പുകളും വരുമാനവും എല്ലാം നേടിക്കൊടുത്തതിന് ശേഷമാണ് ഇപ്പോഴാണ് ഞാനൊന്നുമല്ലാതെ ഇരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ ആ ഒരു വീട്ടിൽ നിന്ന് എൻ്റെ അധ്വാനം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇട്ട ആ ഒരു വീട്ടിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ ഇറങ്ങി വരുന്നത്. ഓക്കെ, ഇതിലെനിക്ക് മറ്റൊരു റിക്വസ്റ്റും കൂടി ഉണ്ട്. അഭിപ്രായം പറയുന്ന ആൾക്കാർ, ഇപ്പം എനിക്കൊരു കാര്യത്തിൽ അഭിപ്രായം പറയണം എന്നുണ്ടെങ്കിൽ ആ കാര്യത്തിൽ ഞാൻ ഏതെങ്കിലും വിധത്തിൽ ഇൻവോൾവ് ആയിരിക്കണം. എനിക്ക് നേരിട്ട് അറിയുന്ന കാര്യങ്ങളായിരിക്കണം. അല്ലാത്ത കാര്യത്തിൽ ഞാൻ അഭിപ്രായം പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതേപോലെ തന്നെ ഇപ്പോൾ എന്നെക്കുറിച്ച് കുറ്റം പറയാനോ അല്ലെങ്കിൽ മക്കളുടെ വാപ്പാനെക്കുറിച്ച് കുറ്റം പറയാനോ ഈ കാണുന്ന ആൾക്കാർക്ക് ആർക്കും തന്നെ അവകാശമില്ല. ആളെക്കുറിച്ച് ഈ ഭൂമിയിൽ കുറ്റം പറയാൻ അവകാശമുള്ള ഒരാൾ ഞാൻ മാത്രമായിരിക്കും. കാരണം ഞാനാണ് കൂടെ ജീവിച്ചിട്ടുള്ളത്. ഈ പറയുന്ന ആൾക്കാർ കൂടെ ജീവിക്കുകയോ അല്ലെങ്കിൽ അവരുടെ കൂടെ ഏതെങ്കിലും രീതിയിൽ എങ്ങനെയെങ്കിലും ഇടപഴകുകയോ ചെയ്യാത്തടത്തോളം കാലം അവരെ കുറ്റം പറയാനും അതേപോലെ എന്നെ കുറ്റം പറയാനും അല്ലെങ്കിൽ എൻ്റെ ഫാമിലീനെ കുറ്റം പറയാനും ഒന്നും ആർക്കും അവകാശമില്ല. അതുകൊണ്ട് ദയവേത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കാതിരിക്കാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്യണം. എനിക്ക് അത്ര പറയാനുള്ളൂ. പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കാതിരിക്കാൻ. ഇപ്പം എൻ്റെ ക്യാരക്ടറും ആളുടെ ക്യാരക്ടറും രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ അത് വെച്ച് പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അതിൻ്റേതായിട്ടുള്ള ക്ലാഷ് കാര്യങ്ങളൊക്കെ വരും. ഞാൻ എൻ്റെ അങ്ങേയറ്റം എൻ്റെ ഫാമിലി നോക്കിയിട്ടുണ്ട്. എനിക്ക് ധൈര്യം ഇല്ലായിരുന്നു. എന്ത് തന്നെ പൈസ ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും എനിക്ക് ആ ഒരു സംഭവം നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലായിരുന്നു. ഒറ്റയ്ക്കുള്ള ഒരു ജീവിതം എന്നുള്ളത് എപ്പോഴും ഒരു സപ്പോർട്ട് സിസ്റ്റം ആഗ്രഹിച്ച ഒരാളാണ്. കാരണം ഈ പറഞ്ഞ പോലെ 5 മക്കളാണ്. അയ്യോ ഞാൻ എന്ത് ചെയ്യും ഏത് ചെയ്യും, ഒന്നും ഒറ്റയ്ക്ക് ചെയ്ത് ഒരു ഇതില്ലാലോ, ഒന്ന് പുറത്തേക്ക് ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോലും ഒറ്റയ്ക്ക് പോയിട്ടുള്ളൊരു ശീലമില്ലാലോ, എന്നെക്കൊണ്ട് സാധിക്കുമോ, ഇങ്ങനെയൊക്കെ പേടിച്ചിരുന്ന ഒരാൾ തന്നെയാണ്. പക്ഷെ ഒരു വഴിയും ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ ലാസ്റ്റ് 3 മാസത്തോളം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മക്കൾക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയർ കൊടുക്കുക. അവർ ഏത് നേരവും ഈ ഒരു പ്രോബ്ലംസും എൻ്റെ കരച്ചിലും കാര്യങ്ങളും ഒക്കെ കണ്ട് മാത്രം വളരുന്നതും ശരിയല്ലല്ലോ. കാരണം പിന്നീട് ഇതൊരു നോർമലൈസ് ചെയ്ത ഒരു കാര്യമായിട്ട് മാറിപ്പോവും. അവരുടെ ലൈഫിലും ഇതുപോലെയുള്ള പ്രോബ്ലംസ് നടക്കുമ്പോൾ ഇതന്നെയാണ് ജീവിതം എന്നുള്ളത് അവർ തെറ്റിദ്ധരിക്കും. അപ്പം അങ്ങനെയൊന്നും ഇല്ലാതെ ഒരു ടു ബി ഫ്രാങ്ക് ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പറയാം, ഉപ്പില്ലാത്തൊരു കുട്ടികളായിട്ട് അവർ വളരാനോ അല്ലെങ്കിൽ ഉമ്മല്ലാത്തൊരു കുട്ടികളായിട്ട് വളരാനോ എനിക്ക് താല്പര്യമില്ല. അതായത് ഈ പ്രശ്നങ്ങളോ അടിയൊക്കെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്നു മറ്റേ ചെയ്തു ഇത് ചെയ്തു, അതിനേക്കാളൊക്കെ ഏറ്റവും നല്ലതല്ലേ 2 ആൾ 2 ഭാഗത്ത് നിൽക്കുക. മക്കളുടെ കാര്യങ്ങൾ നോക്കി താല്പര്യമുണ്ടെങ്കിൽ മാത്രം മക്കളുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുക എന്നുള്ളത്. ലാസ്റ്റ് ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ മക്കളെയും കൂട്ടി ഇറങ്ങി അയാളെ ഒറ്റപ്പെടുത്തി അവരെ ദ്രോഹിക്കുന്നു, അവരുടെ ജീവിതം നശിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, എന്നാൽ മക്കളെ ഞാൻ അവിടെ അയാളെ ഒറ്റപ്പെടുത്താതിരിക്കാനും വേണ്ടിയിട്ട് അവിടെ വിട്ടിട്ട് ഞാൻ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പറയുമായിരുന്നു? സ്വന്തം മക്കളെ പോലും നോക്കാതെ അവൾ ഇറങ്ങിപ്പോയി എന്ന് പറയും. ഇനി അതല്ല, ഞാനും എൻ്റെ മക്കളും അവിടെ താമസിച്ചുകൊണ്ട് വേറെ ആരെങ്കിലും ഇറങ്ങിപ്പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ എന്താ പറയുക? അവനെ ഇറക്കി വിട്ടു എന്ന് പറയും. അവിടെ നിന്ന് ഞാനും എൻ്റെ മക്കളും അവർക്ക് ബുദ്ധിമുട്ടാവാതെ രീതിയിൽ ഇറങ്ങി വന്നപ്പോൾ ഇങ്ങനെയും പറയുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എന്ത് പറഞ്ഞാലും ജനങ്ങൾ
ക്രിട്ടിസൈസ് ചെയ്യും, ജഡ്ജ് ചെയ്യും എന്നുള്ളൊരു സംഭവമാണ്. എങ്ങനെയാണെങ്കിലും ജീവിക്കാൻ വിടാത്ത കുറേ ആൾക്കാരുണ്ട്. പക്ഷേ അതിനേക്കാളും ഉപരി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒത്തിരി പേരുണ്ട്. ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ ആരെയും മറന്നിട്ടല്ല ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ ഉള്ളത് കൊണ്ട് മാത്രം ഒരാളുടെ ലൈഫിൽ എല്ലാ കാര്യവും അവർ ഡിസ്ക്ലോസ് ചെയ്യണം, അത് ഞങ്ങളുടെ അവകാശമാണ് എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. എനിക്ക് ഇനിയിപ്പോൾ ഒരു വഴിയുമില്ല എന്ന് കണ്ടപ്പോഴാണ് ഞാൻ ഈ ഒരു കാര്യം ഇവിടെ പറയാനായിട്ട് തീരുമാനിച്ചത്. ചില സമയം തോന്നും ജീവിക്കുന്നതിനേക്കാളും എത്രയോ എളുപ്പമാണ് മരണം എന്നുള്ളത് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്ന് പറയുന്ന ആ ഒരാൾ ഇങ്ങനെ ഒരിക്കലും ഓപ്പണായിട്ട് ഇങ്ങനെ പറയാൻ പാടില്ല. കാരണം എന്നെ കണ്ട് ജീവിക്കണം എന്ന് ആഗ്രഹം തോന്നിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ പറയാൻ കാരണം അങ്ങനെ ഒരു സിറ്റുവേഷൻ എൻ്റെ മനസ്സിൽ എത്രയോ പ്രാവശ്യം തോന്നിയിട്ടും ഞാൻ പിടിച്ചു നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ അവകാശമല്ലാതെ ജനിപ്പിച്ച കുറച്ച് കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ ജീവിച്ചേ മതിയാവുള്ളൂ. ഇവിടെ ഞാൻ ആരെയും ഒന്നും കുറ്റപ്പെടുത്താനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല, നിങ്ങളെ കൊണ്ട് കുറ്റപ്പെടുത്തിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ മക്കളെ ഓർത്ത് എന്നെ തുടർന്ന് ജീവിക്കാൻ അനുവദിക്കുക. ഒരു 3 മാസങ്ങൾക്ക് മുമ്പ് എനിക്ക് ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാനൊരു വാടക വീട് കാര്യങ്ങളൊക്കെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. പടച്ചോൻ്റെ ഒരു കൃപ കൊണ്ട് എന്നെ അങ്ങനെ വാടക വീട്ടിലേക്ക് മക്കളെയും വെച്ച് വിടണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഒരു വീട് വിലയ്ക്ക് വന്നു. ലീസിന് ഇരിക്കുന്ന പോലെ ഫുൾ എമൗണ്ട് ഇപ്പോൾ കൊടുത്ത് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. സോ കുറച്ച് പൈസ അവർക്ക് കൊടുത്ത് നമ്മൾ താമസിക്കുകയാണ്, പൊസിഷൻ എടുത്തു. അപ്പോൾ ഈ വീട് എന്തെങ്കിലുമൊക്കെ എനിക്ക് വീഡിയോ കണ്ടൻറ്റ് എൻ്റെ റെസിപ്പി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് കിച്ചൺ കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എഗ്രിമെൻ്റ് ഇടുന്ന സമയത്ത് അതിനുള്ള അനുവാദവും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറത്ത് അവർ അതിനുള്ള അനുവാദം തന്നിട്ടുണ്ട്. 1 വർഷത്തിൻ്റെ ഉള്ളിൽ ബാക്കി മുഴുവൻ പൈസ കൊടുത്തിട്ട് നമ്മളിത് രജിസ്ട്രേഷൻ ചെയ്യുന്ന പോലെ ആ ഒരു രീതിക്കാണ് ഈ വീട് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണ് ഈ വീട്ടിൽ നിന്ന് വീഡിയോ ചെയ്യണം. എനിക്കിപ്പോൾ എൻ്റെ മേജർ ഒരു ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോസ്, പ്രൊമോഷൻസ്, ഇൻസ്റ്റാഗ്രാം, FB, യൂട്യൂബ് ഒക്കെ തന്നെയാണ്. അതല്ലാതെ നമ്മൾ ബിസിനസ് കാര്യങ്ങൾ കുറേ കാലമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോസ് ഇട്ട് തുടങ്ങിയത്. ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാം, നിങ്ങൾ ഡെയിലി വീഡിയോ ഇടൂ, ഡെയിലി 2-3 വീഡിയോ ഇടൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെയിലി 2-3 വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല. ഒരു വീഡിയോ ഇടുമ്പോൾ തന്നെ നമ്മൾ ചത്തു മതിയാവും. അങ്ങനെയാണ് ഞാൻ വീഡിയോ ഇട്ടത്. അപ്പോഴാണ് ഒരുപാട് പേർക്ക് ഞാൻ പറ്റിക്കാണ് എന്നുള്ളൊരു തോന്നലൊക്കെ വന്നു. അതിങ്ങനെ നിരന്തരം ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് പറയുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ നിന്നും കിട്ടുന്ന പൈസനെ പറയുന്നത് ഗതികെട്ട പൈസ എന്നാണ്. അത്രയും മോശമായ രീതിയിലാണ് പറയുന്നത്. കാരണം ഈ മോശമായിട്ടുള്ള രീതിയിൽ പറയുന്ന ആൾക്കാരെ കൊണ്ട് നമുക്ക് സത്യം പറഞ്ഞാൽ ഗുണമൊന്നുമില്ല. ഇഷ്ടത്തോടെ വീഡിയോ കാണുന്ന ഉടനെ വീഡിയോ ലൈക്ക് ചെയ്ത് നല്ല കമൻസ് കാര്യങ്ങളൊക്കെ ഇട്ട് അതിൽ ഫുള്ളായിട്ട് എൻഗേജ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ കാണുന്നത് കൊണ്ട്, പിന്നെ യൂട്യൂബ് മുതലാളി അവിടുന്ന് അതിനനുസരിച്ചുള്ള പരസ്യങ്ങൾ ഇടുന്നതുകൊണ്ട് യൂട്യൂബ് മുതലാളി അവിടുന്ന് തരുന്ന പൈസയാണ്. അതിന് പോലും ഇവരുടെ ആരെങ്കിലുമൊക്കെ വീട്ടിൽ നിന്നോ അല്ല സ്വത്തും ഇതാക്കി നമുക്ക് തരുന്ന പോലെ ഞങ്ങൾ കണ്ടിട്ടാണ് നിനക്ക് പൈസ കിട്ടുന്നത്, ഞങ്ങളുടെ ചിലവിലാണ് നീ ജീവിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒക്കെ പറഞ്ഞ് നീ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ പൊന്നോ, സത്യം പറയല്ലേ, ഇങ്ങനത്തെ റീച്ച് ആരെങ്കിലും ജീവിതത്തിൽ പ്രതീക്ഷിക്കുമോ? നിങ്ങളുടെ വായിന്നൊക്കെ ഇങ്ങനെയൊക്കെ കേൾക്കാൻ ഒരു സാധാരണ ഒരു മനുഷ്യനെ കൊണ്ട് കഴിയുമോ? എന്തോരം പ്രോബ്ലംസിൽ നിൽക്കുന്ന സമയത്ത് അത് വേറെ രീതിയിലേക്ക് മാറ്റുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. എൻ്റെ ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ ആളെയും കൂടെ ഇൻവോൾവ് ആക്കിയിട്ട് നമ്മൾ നടത്തിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പാതിയിൽ വെച്ച് നമുക്ക് ഉപേക്ഷിക്കാനോ ഒന്നും പറ്റൂല. അതൊക്കെ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നടന്നു പോകുന്നുണ്ട്. അതേപോലെ മക്കളുടെ കാര്യത്തിലാണെങ്കിലും എനിക്ക് എപ്പോഴും ആഗ്രഹമുള്ളതാണ് അവരുടെ വാപ്പ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളായിരിക്കണം, ചെയ്യണം എന്നുള്ളത്. അതെനിക്ക് അത്രയും നിർബന്ധമുള്ളൊരു കാര്യമാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. എനിക്ക് ആരെങ്കിലും ആയിട്ട് ഒത്തുപോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സമൂഹം മൊത്തം അവർക്കെതിരായിരിക്കണം എന്നൊന്നും ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. ആരെയും വേദനിപ്പിക്കാനോ കുറ്റപ്പെടുത്താനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എൻ്റെ മക്കളുടെ അവകാശങ്ങൾ അവർക്ക് തടസ്സപ്പെടാതെ നേടിക്കൊടുക്കണം എന്നൊരാഗ്രഹമുണ്ട്. അത് അവർക്കും കൂടെ ഈ പറയുന്ന വ്യക്തിക്കും കൂടെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ
ചെയ്യാം. അതല്ല ആ റെസ്പോൺസിബിലിറ്റീസും എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതും സന്തോഷത്തോടു കൂടി എൻ്റെ മക്കൾക്ക് വേണ്ടി ഒരു കുറവുമില്ലാതെ ഞാൻ നോക്കാൻ ഞാൻ റെഡി തന്നെയാണ്. അപ്പോൾ ഒളിപ്പിച്ച് വെച്ചതോ ഒന്നുമല്ല. ഞാൻ ഒറ്റയ്ക്കാണ്. ഓൾവേസ് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഇപ്പോൾ അത് ഓപ്പണായിട്ട് തുറന്നു പറയുന്നു. ഞാൻ ഒറ്റയ്ക്കാണ്, ഒറ്റയ്ക്കായിരുന്നു, ഒറ്റയ്ക്കാണ്. എൻ്റെ മക്കൾ എൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒന്ന് മാത്രം നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം പറയാം. ഒരു പെണ്ണിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് തീരുന്നിടത്ത് പല ബന്ധങ്ങളും അവസാനിക്കും. സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തുടർന്നും സപ്പോർട്ട് ചെയ്യാം. എന്നെക്കൊണ്ട് പിടിച്ചു നിൽക്കുന്ന ആ ഒരു ലാസ്റ്റ് പോയിൻ്റ് വരെ നിങ്ങൾക്ക് എന്നെ ഇതിൽ കാണാനായിട്ട് പറ്റും. പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല.